ഇന്ത്യൻ സൂഫികൾക്കിടയിൽ ഉന്നതസ്ഥാനമുള്ള ഖാജാ സലീം ചിസ്തിയുടെ മുൻപിൽ ഇന്ത്യൻ ഭരണാധികാരിയായ അക്ബർ ചക്രവർത്തി വിനയാന്വിതനായി വന്നുനിന്ന് സലാം പറഞ്ഞു, സങ്കടം ബോധിപ്പിച്ചു. എനിക്ക് ജനിക്കുന്ന കുട്ടികളൊക്കെ മരിച്ചുപോകുന്നു, എനിക്കൊരു അനന്തരാവകാശി വേണം. സലീം ചിസ്തി മറുപടി പറഞ്ഞതിങ്ങനെ: ഇന്ത്യ ഭരിക്കുന്ന രാജാവ് നിങ്ങളാണെന്നാണ് നിങ്ങൾ ധരിച്ചുവച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ ഭരണാധികാരി നിങ്ങളല്ല. അക്ബർ ഞെട്ടിത്തെറിച്ചുപോയി. യഥാർത്ഥ സുൽത്താൻ ആര്? യഥാർത്ഥ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങൾ. നിങ്ങളെ രണ്ടുപേരെയും പരസ്പരം ബന്ധപ്പെടുത്തിത്തരാനുള്ള കഴിവ് മാത്രമേ എനിക്കുള്ളൂ. ഞാനത് ചെയ്തു. അജ്മീരിലേക്ക് പോകൂ, എളിമയോടെ ചെന്ന് ഖാജയോട് സങ്കടം പറയൂ. അക്ബർ എളിമയുള്ള അടിമയെപ്പോലെ കൊട്ടാരം മുതൽ അജ്മീർ ഷെരീഫ് വരെ കാൽനടയായി സഞ്ചരിച്ചു. വെളുത്ത ശരീരം കറുത്തുപോയി. കിരീടം ഖാജയുടെ പാദത്തിൽ വെച്ച് സങ്കടം പറഞ്ഞു. ആൺകുട്ടി പിറന്നു. സലീം ചിസ്തിയുടെ പേരിട്ടു. സലീം രാജകുമാരൻ ലോകപ്രസിദ്ധനായ ജഹാംഗീർ ചക്രവർത്തിയായിത്തീർന്നു. കുടുംബസമേതം വിനയാന്വിതനായി സിയാറത്തിനു വന്നു. അവിടെ വേണ്ട സേവനങ്ങൾ ചെയ്തു പോന്നു. ഷാജഹാൻ ചക്രവർത്തി മകൾ ജഹാനാരാ ബീഗത്തോടൊപ്പം നിരവധി തവണ ഖാജയെ തേടിവന്നു. ആവശ്യമായ സേവനങ്ങൾ ചെയ്തു. സുൽത്താൻ ഔരംഗസീബ് ആലംഗീർ വളരെ ദൂരെ നിന്ന് ചെരുപ്പുകൾ ഊരിമാറ്റി നഗ്നപാതനായി നടന്നുവന്നാണ് സിയാറത്ത് ചെയ്തിരുന്നത്. ഡൽഹി സുൽത്താൻമാരും മുഗളന്മാരും അജ്മീർ ഷെരീഫിലും താരാഗട്ടിലും അവിസ്മരണീയമായ സേവനങ്ങൾ ചെയ്തു. ഇന്ത്യൻ വൈസ്രോയി കഴ്സൺ പ്രഭു അജ്മീരിൽ വന്നു താമസിച്ചു. ഖാജയുടെ ചരിത്രം പഠിച്ചു. എന്നിട്ടദ്ദേഹം ബ്രിട്ടനിലേക്ക് കത്തെഴുത. 8 നൂറ്റാണ്ടുകാലമായി ഇന്ത്യ ഭരിക്കുന്നത് ഒരു ഖബറാകുന്നു. അടുത്ത കാലത്തൊന്നും അതിന്റെ ഭരണം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. സ്വതന്ത്ര ഭാരതം ഭരിച്ച മിക്ക ഭരണാധികാരികളും ദർഗാ ഷെരീഫിലെത്തിയിട്ടുണ്ട്. കിഴക്കൻ ലോകവും പടിഞ്ഞാറൻ ലോകവും അവിടെ ഒഴുകിയെത്തുന്നു. ഇന്ത്യക്ക് മഹാനായ നബിതങ്ങൾ നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനമാണ് മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു. അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി ആ സമ്മാനം സ്വീകരിക്കണം, അവഗണിച്ച് തള്ളിക്കളയരുത്. ചരിത്രസ്മരണകൾ വീണുറങ്ങുന്ന ഗ്രാമം സീസ്താൻ അഥവാ സഞ്ചർ. പ്രകൃതിയോട് മല്ലിട്ട് ജീവിക്കുന്ന അധ്വാനശീലരായ മനുഷ്യർ മണ്ണിൽ വിയർപ്പ് ചിന്തി ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും വിളയിക്കുന്നു. ഗ്രാമത്തിലെ പൗരപ്രമുഖനാണ് ഖാജാ ഗിയാസുദ്ദീൻ. ധാരാളം കൃഷിസ്ഥലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കാലിക്കൂട്ടമുള്ള സമ്പന്നൻ. ധനികനാണെങ്കിലും ആ രീതിയിലല്ല അറിയപ്പെടുന്നത്. ആലിം, ആബിദ്, സൂഫി എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. നല്ല മാർഗങ്ങളിൽ ധാരാളം ധനം ചെലവഴിക്കുന്ന ധനികനാണ്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയാണ് സയ്യിദത്ത്. മാഹിനൂർ പണ്ഡിത വനിത സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമായ ജീവിതം, പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രം. ഭാര്യയും ഭർത്താവും ജനിച്ചത് പരിശുദ്ധമായ പരമ്പരയിലാണ്. ഭർത്താവിന്റെ പിതൃപരമ്പര ഇമാം ഹുസൈൻ തങ്ങളിൽ എത്തിച്ചേരുന്നു. ഭാര്യയുടെ പിതൃപരമ്പര ഹസൻ തങ്ങളിൽ എത്തിച്ചേരുന്നു. ഇവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് സീസ്താൻ, സഞ്ചർ, ഖുറാസാൻ എന്നിവ. ശാന്തിയും സമാധാനവും ഐശ്വര്യവും കളിയാടിയിരുന്ന പ്രദേശങ്ങൾ. ആരിഫീങ്ങളുടെയും സൂഫികളുടെയും തലോടലേറ്റ് വളർന്ന സമൂഹം സമീപകാലത്ത് മനുഷ്യമനസ്സുകളിൽ ഭൗതികഭ്രമം കടന്നുകൂടി. ആഡംബരങ്ങളും അലങ്കാരങ്ങളും മനുഷ്യമനസ്സുകളെ ആകർഷിക്കാൻ തുടങ്ങി. ആരിഫീങ്ങളുടെ ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും അവഗണിക്കപ്പെട്ടു. ഖാജാ ഗിയാസുദ്ദീൻ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ വാക്കുകൾക്ക് ചെവികൊടുത്തുള്ളൂ. പിശാച് മനുഷ്യരെ നേർമാർഗത്തിൽ നിന്നകറ്റിക്കൊണ്ടിരുന്നു. സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അവ മൂർച്ഛിച്ച് വഴക്കും വക്കാണവുമായി ഏറ്റുമുട്ടലുകളുണ്ടായി. ജനങ്ങൾ വിവിധ ഗ്രൂപ്പുകളായി മാറി. പോർവിളി ഉയർന്നു. ആയുധ പരിശീലനം തുടങ്ങി. ആർക്കും സ്വസ്ഥതയില്ല. യുവാക്കൾ ആയുധങ്ങളുമായി തെരുവിലിറങ്ങി. പോർവിളി തുടങ്ങി. വെല്ലുവിളി സ്വീകരിച്ച് എതിർഗ്രൂപ്പുകൾ രംഗത്തിറങ്ങി. ആയുധധാരികൾ ഏറ്റുമുട്ടി. മുസ്ലിങ്ങളോടേറ്റുമുട്ടി. മനുഷ്യശരീരങ്ങൾ വെട്ടിവീഴ്ത്തപ്പെട്ടു. പിശാച് പൊട്ടിച്ചിരിച്ചു. പ്രതികാര ചിന്ത ആളിപ്പടർന്നു. അത് കുടിപ്പകയായി വളർന്നു. സർവത്ര കൊള്ളയും കൊള്ളിവെപ്പും ലഹളകളും പടർന്നു. ആളുകൾ കൂട്ടത്തോടെ നാടുവിട്ടുകൊണ്ടിരുന്നു. ഖാജാ ഗിയാസുദ്ദീൻ കലാപമടക്കാൻ പല ശ്രമങ്ങളും നടത്തിനോക്കി. എല്ലാം വിഫലമായി. ഭാര്യയും ഭർത്താവും കൂടിയാലോചന നടത്തി. നമ്മുടെയും മക്കളുടെയും നില അപകടത്തിലാണ്. എന്തും സംഭവിക്കാം. സംഭവിക്കുന്നതിനു മുൻപ് നാടുവിടുന്നതാണ് നല്ലത്. കയ്യിലെടുക്കാവുന്ന സാധനങ്ങളെടുത്തു വീട് പൂട്ടി മക്കളെയും കൂട്ടി നാടുവിട്ടു. ഖുറാസാനിലേക്ക് വഴിനീളെ അഭയാർത്ഥികളുടെ പ്രവാഹം. ഖുറാസാനിലെത്തി ശാന്തമായ ജീവിതം പ്രതീക്ഷിച്ചു. പ്രതീക്ഷ തെറ്റി. അഹങ്കാരിയായ ഭരണാധികാരി, അതിമോഹികളായ ഉദ്യോഗസ്ഥന്മാർ. ജനക്ഷേമത്തെക്കുറിച്ച് ചിന്തയില്ല. പീഡനങ്ങൾ തുടർക്കഥയായി നീളുന്നു. ഹിജ്റ 530 റജബ് മാസം 14. മാഹിനൂർ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിന് ഹസൻ എന്ന് പേരിട്ടു. മുഈനുദ്ദീൻ ഹസൻ എന്ന പേരിൽ പിൽക്കാലത്ത് പ്രസിദ്ധനായിത്തീർന്നു. കലാപകലുഷിതമായ അന്തരീക്ഷം. കുട്ടിയെ നന്നായി പരിപാലിച്ചു വളർത്തണം.
മാതാപിതാക്കൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു. പോർവിളികളും ഏറ്റുമുട്ടലുകളും നിറഞ്ഞ ചുറ്റുപാടിൽ കുട്ടി വളർന്നു. ഖാജാ മൊഈനുദ്ദീൻ ചിസ്തിയുടെ പിതൃപരമ്പര ഇമാം ഹുസൈൻ തങ്ങളിൽ എത്തിച്ചേരുന്നു. ജ്വലിക്കുന്ന ഓർമ്മകൾ. മുലകുടി പ്രായത്തിൽ നടന്ന സംഭവങ്ങൾ അത്ഭുതകരമായിരുന്നു. വീട്ടിൽ ചില സ്ത്രീകൾ വരും. അവരുടെ കയ്യിൽ മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കാണും. കുഞ്ഞുങ്ങൾ പാലിനുവേണ്ടി കരയാൻ തുടങ്ങും. അപ്പോൾ മൊഈനുദ്ദീൻ ഹസൻ ഉമ്മക്ക് ആംഗ്യരൂപേണ സൂചന നൽകും. ഉമ്മ കുഞ്ഞിന് പാൽ കൊടുക്കൂ എന്നാണ് സൂചന. ഉമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ മൊഈനുദ്ദീൻ സന്തോഷത്തോടെ ചിരിക്കും. തന്റെ അവകാശമായ മുലപ്പാൽ ദാനം ചെയ്തു സന്തോഷിക്കുന്നു. 3 വയസ്സുള്ളപ്പോൾ അയൽപ്പക്കത്തുള്ള തന്റെ സമപ്രായക്കാരായ കുട്ടികളെ വീട്ടിൽ ക്ഷണിച്ചുകൊണ്ടുവരും. എന്നിട്ടവരെ സൽക്കരിക്കും. പിൽക്കാലത്ത് ലക്ഷക്കണക്കായ വിരുന്നുകാരെ സൽക്കരിക്കേണ്ട കുട്ടിയാണത്. അതിന്റെ സൂചന കുട്ടിക്കാലത്ത് തന്നെയുണ്ടായി. ഒരു പെരുന്നാൾ ദിവസം മൊഈനുദ്ദീൻ ഹസന് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പുതുവസ്ത്രങ്ങൾ ധരിച്ച് ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടു വഴിയിൽ തന്റെ പ്രായക്കാരനായൊരു കുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ കുട്ടി മുഷിഞ്ഞുകീറിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. സമീപത്ത് ചെന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് കാഴ്ചയുമില്ല, അന്ധനാണ്. മൊഈനുദ്ദീന്റെ മനസ്സലിഞ്ഞു. അന്ധനായ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുത്തു. തന്റെ പുതുവസ്ത്രങ്ങൾ കുട്ടിയെ ധരിപ്പിച്ചു. താൻ പഴയത് ധരിച്ചു. അന്ധനായ കുട്ടിയെയും കൂട്ടി ഈദ്ഗാഹിൽ പോയി. പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. തന്റെ പെരുന്നാൾ സഫലമായി. അതായിരുന്നു മൊഈനുദ്ദീന്റെ ചിന്ത. തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് നൽകുക, ദാനം ചെയ്യാൻ കഴിയുന്നതിൽ സന്തോഷിക്കുക. അതായിരുന്നു ആ കുട്ടിയുടെ രീതി. മറ്റു കുട്ടികൾ ഓടിക്കളിക്കുകയും ആർത്തുചിരിക്കുകയും ചെയ്യുമ്പോൾ മൊഈനുദ്ദീൻ ഒഴിഞ്ഞുമാറിക്കളയും. കുട്ടികളിൽ വലിയ താൽപ്പര്യമൊന്നും കാണിച്ചില്ല. തനിക്കു ചുറ്റും നടക്കുന്ന ദുഃഖസംഭവങ്ങൾ ഇളം മനസ്സിനെ നന്നായി വേദനിപ്പിച്ചിരുന്നു. ഭക്തിനിർഭരമായ അന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. പണ്ഡിത കുടുംബമാണ്. അവരുടെ സംഭാഷണങ്ങളിൽ നിന്നുതന്നെ ധാരാളം ഇൽമു ലഭിക്കും. പണ്ഡിതനായ പിതാവ് തന്നെയായിരുന്നു ആദ്യത്തെ അധ്യാപകൻ. പിന്നീട് സഞ്ചരിലെ മദ്രസയിൽ ചേർന്നു. പണ്ഡിതശ്രേഷ്ഠനായ ഹസ്രത്ത് ഹുസാമുദ്ദീൻ തങ്ങൾ കുട്ടിയെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആന്റെ ഓരോ പദവും ഇളം മനസ്സിനെ സ്വാധീനിച്ചു. 9-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമായി. ഫാർസി, അറബി ഭാഷകൾ പഠിക്കാൻ തുടങ്ങി. പല ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു. മനസ്സിലേക്ക് പുതിയ പ്രകാശം കടന്നുവന്നു. വളരെ വേഗത്തിലാണ് ഭാഷകൾ പഠിച്ചത്. പിൽക്കാലത്ത് പല നാട്ടുകളിലെയും പ്രാദേശിക ഭാഷകൾ പഠിച്ചു. സംസ്കൃതവും പഠിച്ചു. അറിവുകളുടെ അനേകം കൈവഴികൾ ബാലമനസ്സിലേക്ക് അവ ഒഴുകിയെത്തുന്നു. ആത്മീയ ചിന്തകൾ വളരുന്നു. ഹസൻ പിൽക്കാലത്ത് മൊഈനുദ്ദീൻ സഞ്ചരി എന്ന പേരിലാണ് പ്രസിദ്ധനായത്. മനസ്സ് നിറയെ നബിതങ്ങളോടുള്ള മഹബ്ബത്ത്. ലോകാനുഗ്രഹിയായ പ്രവാചകൻ മനുഷ്യവർഗത്തെ സ്നേഹിച്ച മഹാൻ സാഹോദര്യത്തിന്റെ മഹത്യം പഠിപ്പിച്ചു. സത്യവിശ്വാസിയെ ഒരു വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ചു. ആ മഹാന്റെ പിൻഗാമികളിതാ ദുനിയാവിനുവേണ്ടി പടവെട്ടി മരിക്കുന്നു. ഇത് നിന്ദ്യമായ മരണം, നിന്ദ്യമായി ഒഴുക്കപ്പെട്ട രക്തം. ബാലൻ അത് കണ്ട് വല്ലാതെ വേദനിച്ചു. ഈ മനുഷ്യരെന്തേ ഇങ്ങനെയായിപ്പോയി? ഏറെ കഴിയുമുമ്പ് നടുക്കുന്ന വാർത്ത വന്നു. താർത്താരികളുടെ പടപ്പുറപ്പാട്. സംസ്കാരങ്ങൾ തല്ലിത്തകർക്കുന്ന വർഗം. നാടുകൾ വെട്ടിപ്പിടിക്കും. സമ്പത്ത് കൊള്ളയടിക്കും. കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും കത്തിച്ചു ചാമ്പലാക്കും. പിന്നെ വാർത്തകളുടെ വരവായി. സംഭവ വിവരണങ്ങൾ. അബലകളായ പെണ്ണുങ്ങളുടെ മാനം പിച്ചിച്ചീന്തപ്പെട്ട വാർത്തകൾ. അവരുടെ രോദനത്തിന്റെ നീറുന്ന കഥകൾ. നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ കുട്ടികളുടെ കഥകൾ. സ്ത്രീകളും കുട്ടികളും അടിമച്ചന്തകളിൽ വിൽപ്പനച്ചരക്കുകളായി മാറിയ നടുക്കുന്ന കഥകൾ. ഖുറാസാൻ ചവിട്ടി മെതിക്കപ്പെട്ടു. പട്ടണങ്ങൾ പലതും ശവപ്പറമ്പുകളായി. മൊഈനുദ്ദീന് 13 വയസ്സ് പ്രായം. തെരുവുകളിൽ മനുഷ്യരക്തം തളംകെട്ടി നിന്ന കാലം. അതുകണ്ട് ഞെട്ടിയ മൊഈനുദ്ദീൻ പിതാവിനോട് ചോദിച്ചു, ഉപ്പാ, മുസ്ലിം രക്തത്തിന് ഒരു വിലയുമില്ലാതായിരിക്കുന്നു ഈ അവസ്ഥ എന്നാണവസാനിക്കുക? മകന്റെ വെപ്രാളം നിറഞ്ഞ ചോദ്യം ഉപ്പായുടെ മനസ്സിൽ തട്ടി. അദ്ദേഹം മകനെ ആശ്വസിപ്പിച്ചു. മോനെ, മുഅ്മിനീങ്ങളുടെ പരീക്ഷണമാണിത്. സഹിക്കുക, ക്ഷമിക്കുക. അഭയം അല്ലാഹു മാത്രം. പിതാവ് പുത്രന് വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി. ഉപ്പായുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ പുത്രൻ. മനുഷ്യ മനസ്സുകളിൽ ഈമാന്റെ പ്രകാശം മങ്ങിയിരിക്കുന്നു. അതുകാരണം പിശാച് മനുഷ്യനെ അധീനപ്പെടുത്തി. ആ അവസ്ഥയെക്കുറിച്ച് ഖാജാ ഗിയാസുദ്ദീൻ ഭാര്യയോട് സംസാരിച്ചു. മനുഷ്യ മനസ്സുകളിൽ ഈമാൻ ശക്തിപ്പെടുത്തണം. അതിനുള്ള വഴി നമ്മുടെ മകൻ കണ്ടെത്തണം. അല്ലാഹു അവന് വഴി കാണിച്ചു കൊടുക്കട്ടെ. അവൻ ആത്മീയ പുരുഷന്മാരുമായി ബന്ധപ്പെടണം. കഴിവുറ്റ ആത്മീയ പുരുഷനായി വളർന്നുവരണം. അപ്പോൾ അവന് ജനങ്ങളെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിലേക്ക് നയിക്കാൻ കഴിയും. ഇക്കാര്യത്തിൽ നീ അവനെ പ്രേരിപ്പിക്കണം. മനസ്സെറിഞ്ഞ് പ്രാർത്ഥിക്കുകയും വേണം. ഭർത്താവിന്റെ ഓരോ വാക്കും ഭാര്യയുടെ മനസ്സിൽ നന്നായി പതിഞ്ഞു. അവർ മകനുവേണ്ടി പ്രാർത്ഥിച്ചു. ഹിജ്റ 544. മൊഈനുദ്ദീന് വയസ്സ് 14. തനിക്ക് താങ്ങും തണലുമായിരുന്ന പിതാവ് മരണപ്പെട്ടു.
താങ്ങാനാവാത്ത ദുഃഖം കണ്ണുകൾ നിറഞ്ഞൊഴുകി പിതാവിന്റെ മയ്യിത്ത് ഖബറടക്കപ്പെട്ടു. ഖബറിനരികിൽ വന്നുനിന്ന് മകൻ കൈകളുയർത്തി ദുആ ചെയ്തു. പിതാവിന്റെ മഗ്ഫിറത്തിനുവേണ്ടി മർഹമത്തിനും 15 തികയാത്ത ഹസൻ തന്റെ പിതാവിന്റെ ഖബറിലേക്ക് നോക്കി. തന്റെ പ്രിയപ്പെട്ട പിതാവ് ആശ്രയവും ആവേശവും നൽകിയ മഹാത്മാവ് എല്ലാ സംശയങ്ങളും തീർത്തുതന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി ആപൽഘട്ടങ്ങളിൽ സഹായിച്ചു. മനസ്സിലെ തീ അണയുന്നത് ഉപ്പായുടെ വാക്കുകൾ കേൾക്കുമ്പോഴായിരുന്നു. ഇനി എങ്ങനെയാണ് തന്റെ മനസ്സിലെ തീ അണയുക? ഓർമ്മകൾക്ക് ജീവൻ വയ്ക്കുകയാണോ? അതുതന്നെ അസ്വസ്ഥനാക്കുന്നുവല്ലോ. അതെ, തീജ്വാലകൾ പടരുന്നു. ഭീകരമായ ദൃശ്യം, ഓർമ്മയിൽ പടരുന്ന തീജ്വാലകൾ. തുസ്പട്ടണം കത്തിയെരിയുന്നു. അക്രമികൾ പട്ടണം കൊള്ളയെടുത്ത് കിട്ടാവുന്നതെല്ലാം പെറുക്കിയെടുത്ത ശേഷം തീയിട്ടു. ചരിത്രമുറങ്ങുന്ന നൈസാപൂർ നഗരം, അതും കൊള്ളയടിക്കപ്പെട്ടു. ആക്രമം ഭയന്നു പട്ടണവാസികൾ കൂട്ടത്തോടെ ഓടിപ്പോയി. സമീപ പ്രദേശങ്ങളിലേക്ക് പട്ടിണിയും വറുതിയും അവരെ വേട്ടയാടി. നിസ്സഹായരായ മനുഷ്യർ ജാമിഅ മസ്ജിദ് ഷജയിൽ അഭയം തേടി. വാതിലുകളും ജനലുകളുമടച്ചു. കുട്ടിയിട്ടു ശത്രുക്കൾ കൂട്ടത്തോടെ പാഞ്ഞെത്തി മസ്ജിദിന്റെ വാതിലുകൾ വെട്ടിപ്പൊളിച്ചു. വാളുകൾ വീശിക്കൊണ്ട് മസ്ജിദ് മുഴുവൻ ഓടിനടന്നു പരാക്രമം കാണിച്ചു. മരിച്ചു വീണവരെത്ര, മുറിവേറ്റവരെത്ര? ആരും അതിന്റെ കണക്കെടുക്കൊന്നുമുണ്ടായില്ല. പരിക്കേറ്റവരെ ആശുപത്രിയിൽ കിടത്തി. ബിമാരിസ്ഥാൻ ദാറുഷിഫ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേയുള്ളൂ. ഏതാനും ഡോക്ടർമാരെയുള്ളൂ. മരുന്ന് കുറവ്. എങ്കിലും ചികിത്സ തുടങ്ങി. അക്രമികൾ വിവരമറിഞ്ഞു കൂട്ടത്തോടെ കുതിച്ചുവന്നു. കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിക്കൊന്നു. ഡോക്ടർമാർ വധിക്കപ്പെട്ടു. പിന്നെ രോഗികളും. ഇബ്രാഹിം ബൽഖി തങ്ങൾ നൈസാപൂർ ഇൽമിന്റെ കേന്ദ്രമാണ്. വിദ്യയുടെ പട്ടണം. അവിടുത്തെ ലൈബ്രറി ലോകപ്രസിദ്ധമാണ്. മൊയ്നുദ്ദീൻ ആ ലൈബ്രറി കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തുമാത്രം ഗ്രന്ഥങ്ങൾ! മനുഷ്യന്റെ കരങ്ങൾ എഴുതിത്തീർത്ത ഗ്രന്ഥങ്ങൾ. വമ്പിച്ച മനുഷ്യപ്രയത്നം. എന്തുമാത്രം വിജ്ഞാനം! അത് ഉൾക്കൊള്ളുന്ന വിദ്യയുടെ എത്രയെത്ര കൈവഴികൾ! എല്ലാം തീജ്വാലകൾ വിഴുങ്ങിയില്ലേ? ആ ഗ്രന്ഥങ്ങൾ ഓരോന്നോരോന്നായി പാരായണം ചെയ്യണമെന്നാഗ്രഹിച്ചിരുന്നു. മോഹങ്ങൾ ചാരമായി മാറി ഓർക്കുന്തോറും മനസ്സ് നീറുന്നു. മനസ്സിന്റെ നീറ്റലകറ്റാൻ ഉപ്പയില്ലല്ലോ. ഉപ്പക്കുവേണ്ടി ദുആ ഇരന്നു. ഉപ്പയോട് സലാം പറഞ്ഞു നീറുന്ന മനസ്സുമായി വീട്ടിലെത്തി. ഉമ്മ അടുത്തുവന്നിരുന്നു. ഉമ്മയുടെ വാക്കുകൾ ഒഴുകിവന്നു. പൊന്നുമോനെ, ദുഃഖം കൊണ്ടൊന്നും നേടാനാവില്ല. ഉപ്പയുടെ എല്ലാ പ്രതീക്ഷയും നീയാണ്. നീ പഠിച്ചു വളരണം. ആത്മീയരംഗത്തുന്നത പദവിയിലെത്തണം. അതാണ് ഉപ്പയുടെ പ്രതീക്ഷ. അത് സാക്ഷാത്കരിക്കുക. അതിനായി ഒരുങ്ങുക. പഠനം തുടരുക. ഉമ്മയുടെ വാക്കുകൾ ധൈര്യം നൽകി. വീണ്ടും പഠനത്തിൽ മുഴുകി. 1 വർഷം തികഞ്ഞില്ല. അതിനു മുമ്പേ അത് സംഭവിച്ചു. ഉമ്മയുടെ മരണം. മനസ്സ് പതറിപ്പോയ ദിവസങ്ങൾ. ഉമ്മയും ഉപ്പയും പോയി. കുട്ടിനുള്ളത് ഏകാന്തത. ഉമ്മയാണ് ആഹാരം തന്നിരുന്നത്. ഉമ്മ പോയി. ഇനിയാരാഹാരം തരും? തന്റെ ആഹാരം താൻ തന്നെ സമ്പാദിക്കണം. കൈകൊണ്ട് അധ്വാനിച്ചു നേടണം. ഉപ്പായുടെ അനന്തരസ്വത്തായി കിട്ടിയത് ഒരു ആട്ടുകല്ലും ഒരു തോട്ടവുമാണ്. അതിൽ പണിയെടുക്കാം. തോട്ടത്തിലെ പഴം വിറ്റ് ആഹാരം കഴിക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. തോട്ടത്തിൽ പ്രവേശിച്ചു. ധാരാളം ജോലി ചെയ്യാൻ കിടക്കുന്നു. മണ്ണ് കിളയ്ക്കണം, വളമിടണം, വെള്ളം നനയ്ക്കണം, മുന്തിരിവള്ളികൾ നന്നായി പരിചരിക്കണം. പകൽ മുഴുവൻ തോട്ടപ്പണി തന്നെ. പഴങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും. ജീവിക്കാൻ വേണ്ടി അധ്വാനം. പഠനം നിലച്ചു. അതോർത്ത് ദുഃഖിച്ചു. ഒരു ദിവസം തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു. ഒരു പുണ്യപുരുഷൻ സമീപത്തുകൂടി നടന്നുപോകുന്നു. ഇബ്രാഹിം ബൽഖി തങ്ങൾ. മൊയ്നുദ്ദീൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്കോടി ആ മഹാന്റെ കൈപിടിച്ചു ചുംബിച്ചു. ഇബ്രാഹിം ബൽഖി മന്ദഹസിച്ചു. പിന്നെ കുട്ടിയുടെ ശിരസിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. കുട്ടിക്ക് ആശ്വാസമായി. ആ മഹാൻ മുമ്പോട്ടു നടന്നു. കുട്ടി പിന്നാലെ നടന്നു. എന്താ പിന്നാലെ വരുന്നത്? ഇനി എന്തു വേണം? എന്റെ തോട്ടത്തിലേക്കൊന്നു വരണം. ഇങ്ങനെ ഒരവസരം ഇനി കിട്ടുമോ എന്നറിയില്ലല്ലോ. കുട്ടിയുടെ വിനീതമായ സംസാരം. അത് മനസ്സിൽ തട്ടി. കുട്ടിയോടൊപ്പം തോട്ടത്തിൽ കടന്നു. കുട്ടി പ്രവാചകനെ പിടിച്ചിരുത്തി. ഞാനിപ്പോൾ വരാം, ഇവിടെത്തന്നെ ഇരുന്നാലും. സമ്മതം വാങ്ങി. കുട്ടി ഓടിപ്പോയി 2 പാത്രം നിറയെ മുന്തിരിയുമായി മടങ്ങിയെത്തി. വിനയപൂർവ്വം പാത്രങ്ങൾ മുമ്പിൽ വെച്ചു. ഈ പാവപ്പെട്ട സേവകന്റെ കയ്യിൽ ഇത് മാത്രമേയുള്ളൂ. ഇത് സ്വീകരിച്ചാലും. ഇബ്രാഹിം ബൽഖി തങ്ങൾ ഒരു മുന്തിരിയെടുത്തു. വായിലിട്ടു. കുട്ടിയുടെ നേരെ അനുഗ്രഹത്തിന്റെ നോട്ടം നോക്കി. മഹാൻ കുട്ടിയോടിങ്ങനെ പറഞ്ഞു. പച്ച പിടിച്ചു മനോഹരത്തോട്ടം, നല്ല മധുരമുള്ള പഴങ്ങൾ. ഇതെല്ലാം നശിച്ചുപോകും. ദുർഭരണം നടത്തുന്ന ഭരണാധികാരികൾ വരും. പിന്നെ സമാധാനമുണ്ടാവില്ല. നാശം വരും. പിൽക്കാലത്തൊരു തോട്ടം ലഭിക്കാനുണ്ട്. അതിലെ ഒരു പഴം രുചിച്ചാൽ പിന്നെ മറ്റൊരു ആഹാരത്തിന്റെ ആവശ്യം വരില്ല. ആ വാക്കുകൾ മനസ്സിൽ തട്ടി. നശിക്കുന്ന തോട്ടം തനിക്കെന്തിന്?
നശിക്കാത്ത തോട്ടം കിട്ടണം, അതിനെന്തു വഴി? ഇബ്രാഹിം ബൽക്കി പോക്കറ്റിൽ കൈയിട്ടു നന്നായി ഉണങ്ങിയ ഒരു റൊട്ടിക്കഷ്ണം പുറത്തെടുത്തു. വായിലിട്ട് ചവച്ചു, എന്നിട്ട് കൈയിലെടുത്തു. കുട്ടി എന്നെ നന്നായി സൽക്കരിച്ചു. ഇത് ഈ ഫക്കീറിന്റെ സൽക്കാരമാണ്. അത്രയും പറഞ്ഞ് റൊട്ടിക്കഷ്ണം കുട്ടിക്ക് നൽകി. ഇബ്രാഹിം ബൽക്കി എഴുന്നേറ്റു. പെട്ടെന്ന് നടന്നുപോയി. കുട്ടി റൊട്ടിക്കഷ്ണം വായിലിട്ടു. വല്ലാത്ത കടുപ്പം ചവക്കാൻ വലിയ പ്രയാസം മഹാൻ തന്ന സമ്മാനമാണ്. ആദരവോടെ കഴിച്ചു. മനസ്സിൽ വലിയ ചലനം. റൊട്ടിക്കഷ്ണം തൊണ്ടയിൽ നിന്നിറങ്ങിയതോടെ പരിത്യാഗമോഹം വളർന്നു. അടുത്ത ദിവസം തന്നെ തോട്ടം വിറ്റുകിട്ടിയ പണം പാവങ്ങൾക്ക് വീതിച്ചുകൊടുത്തു. ബന്ധുക്കൾ പരിഭ്രാന്തരായി മൊയ്നുദ്ദീന് എന്തുപറ്റിപ്പോയി? ബുദ്ധിഭ്രംശം സംഭവിച്ചോ? ഇനി എങ്ങോട്ട്? ഇൽമിന്റെ കേന്ദ്രത്തിലേക്ക്. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ലോകപ്രസിദ്ധമായ കേന്ദ്രമാണ് ബുഖാറയും സമർക്കന്തും. അവിടെയെത്തണം, അവിടെ നിന്ന് പഠിക്കണം. മഹാന്മാരായ ഉസ്താദുമാരുടെ മുഖത്തുനിന്നു തന്നെ വിദ്യ നേടണം. ഇൽമ് തേടിയുള്ള യാത്ര അങ്ങനെ ആരംഭിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്നു ആ യാത്ര. മൊയ്നുദ്ദീന്റെ വിദ്യ തേടിയുള്ള സുദീർഘയാത്ര വളരെ പ്രസിദ്ധമാണ്. ഖുറാസാനിൽ വെച്ച് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്നു. ഓരോ ദിവസവും അത് പാരായണം ചെയ്തുകൊണ്ടിരുന്നു. വിദ്യ നേടാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി ബുഖാറയിലെത്തി. ലോകപ്രസിദ്ധ പണ്ഡിതനായ ഹിസാമുദ്ദീൻ അൽബുഖാരി അവர்களுടെ ദർസിൽ ചേർന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ യുവ പണ്ഡിതന്മാരോടൊപ്പം പഠിച്ചു. തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ് എന്നീ വിജ്ഞാനശാഖകളിൽ അവഗാഹം നേടി. ഭാഷകളും അവയുടെ വ്യാകരണ നിയമങ്ങളും പഠിച്ചു. ചരിത്രം പഠിച്ചു. ബാഹ്യമായി നേടാൻ കഴിയുന്ന വിജ്ഞാനശാഖകളൊക്കെ പഠിച്ചു. പക്ഷെ വിജ്ഞാനദാഹം ശമിക്കുന്നില്ല. ആന്തരിക ജ്ഞാനം ലഭിക്കണം. അതെവിടെ കിട്ടും? ആര് തരും? മഖ്ബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അനേകം ഔലിയാക്കളുണ്ട്. അവ പല നാട്ടുകളിലാണ്. അത്തരം മഖ്ബറകൾ സിയാറത്ത് ചെയ്യണം. ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാരുണ്ട്, അവരെയും സന്ദർശിക്കണം. അതിനുവേണ്ടി ദീർഘയാത്രകൾ നടത്തി. പല മഹാന്മാരെയും കണ്ടു. ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പുതിയ വിവരങ്ങൾ പലതും ലഭിച്ചു. പക്ഷെ ദാഹം കൂടിക്കൂടി വന്നതേയുള്ളൂ. അത് തീർക്കാനാർക്കും കഴിഞ്ഞില്ല. സംസാരത്തിനിടയിൽ അദ്ദേഹം ഒരു മഹാന്റെ പേര് കേട്ടു. മഹാനായ ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനി തങ്ങൾ. ഹാറൂൻ പട്ടണം. ചില ചരിത്രകാരന്മാർ ഹാറൂൻ പട്ടണം എന്ന് വിളിക്കുന്നു. അവിടെയാണ് ഷെയ്ഖ് ഉസ്മാൻ ഹാറൂനിയുടെ ഖാൻഖ. ആവേശപൂർവ്വം അങ്ങോട്ട് യാത്ര തിരിക്കണമെന്ന ആഗ്രഹം മനസ്സിലുറച്ചു. അതിനു മുമ്പ് ഇറാഖിലേക്ക് പോവണമെന്ന ചിന്തയും മനസ്സിലുണർന്നു. ഗൗസുൽ ആലം ഷെയ്ഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളും ബാഗ്ദാദിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന കാലമാണ്. എവിടെ ചെന്നാലും ജീലാനി തങ്ങളെക്കുറിച്ചുള്ള സംസാരം കേൾക്കാം. മൊയ്നുദ്ദീൻ ഓർമ്മവെച്ച കാലം മുതൽ അത് കേൾക്കുന്നു. വീട്ടിലെല്ലാവരും ബാഗ്ദാദിലെ ബന്ധുക്കളെക്കുറിച്ച് സംസാരിക്കുന്നു. ബാഗ്ദാദിലെ അടുത്ത ബന്ധുക്കളിലൊരാളാണ് മുഹ്യുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. ഹസ്രത്ത് അബ്ദുല്ല ഹംബലിയുടെ പേരക്കുട്ടിയാണ് മുഹ്യുദ്ദീൻ ഷെയ്ഖ്. അതേ ഹംബലിയുടെ പേരക്കുട്ടിയാണ് ബീവി മാഹിനൂർ. മാഹിനൂരിന്റെ മകൻ മൊയ്നുദ്ദീൻ. മൊയ്നുദ്ദീൻ തങ്ങളുടെ ഉമ്മയുടെ സഹോദരനായി വരുന്നു മുഹ്യുദ്ദീൻ ഷെയ്ഖ്. ഖാദിരിയ്യഹ ത്വരീഖത്ത് ലോകപ്രസിദ്ധമാണ്. ഷെയ്ഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിരിലേക്ക് ചേർത്താണ് ഖാദിരിയ്യഹ എന്ന് പറയുന്നത്. ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിസ്തിയിലേക്ക് ചേർത്തി ചിസ്തി ത്വരീഖത്ത് എന്നു പറയുന്നുവെന്ന് ചിലർ ധരിച്ചുവെച്ചിട്ടുണ്ട്. അത് തെറ്റായ ധാരണയാണ്. ഷെയ്ഖ് മൊയ്നുദ്ദീൻ ജനിക്കുന്നതിന്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചിസ്തി ത്വരീഖത്ത് നിലവിലുണ്ട്. അബൂ ഇസ്ഹാഖ് ഷാമിൽ നിന്നാണ് ചിസ്തി ത്വരീഖത്തിന്റെ തുടക്കം. അബൂ ഇസ്ഹാഖ് ചെറുപ്പകാലത്ത് ത്വരീഖത്ത് സ്വീകരിക്കാൻ വേണ്ടി ബാഗ്ദാദിലെ ഹസ്രത്ത് മുർഷദ് അലാ ദീനൂരി തങ്ങളെ സമീപിച്ചു. നിങ്ങളുടെ പേരെന്താണ്? മുർഷദ് എന്നവർ ചോദിച്ചു. ഈ എളിയവനെ അബൂ ഇസ്ഹാഖ് ഷാമി എന്ന് വിളിക്കും. വിനീതമായ മറുപടി ഉടനെ മുർഷദ് പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ നിന്റെ പേര് അബൂ ഇസ്ഹാഖ് ചിസ്തി എന്നായിരിക്കും. നിന്റെ പിൻഗാമികളായി ഈ ത്വരീഖത്തിൽ പ്രവേശിക്കുന്നവരെല്ലാം ഖിയാമത്ത് നാൾ വരെ ചിസ്തി എന്ന പേരിൽ അറിയപ്പെടും. ആ പ്രഖ്യാപനം അക്ഷരം പ്രതി ശരിയായി പുലർന്നു. ഇന്നും ചിസ്തി ത്വരീഖത്ത് സജീവമായി നിലനിൽക്കുന്നു. ബുഖാറയിലെയും സമർഖന്ദിലെയും വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ലോകപ്രസിദ്ധമായ രണ്ടു കേന്ദ്രങ്ങളാണവ. ഇവ രണ്ടും റഷ്യയിലാണ്. റഷ്യയിൽ ഇതുപോലുള്ള ഇസ്ലാമിക കേന്ദ്രങ്ങൾ പലതുണ്ട്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങൾ. എല്ലാ രംഗത്തും മുസ്ലിങ്ങൾ മുൻപന്തിയിലാണ്. റഷ്യയിലെ മക്ബറകൾ പലതും സന്ദർശിച്ചു. ഔലിയാക്കന്മാരെ കണ്ടു. ആത്മീയ വിജ്ഞാനം കരസ്ഥമാക്കി. എത്രയെത്ര മഹാന്മാർ റഷ്യയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുമായുള്ള ആത്മബന്ധം ശക്തിപ്പെടുകയാണ്. ഇറാഖിലേക്ക് പോവാനുള്ള ആഗ്രഹം മനസ്സിനെ വല്ലാതെ അധീനപ്പെടുത്തുന്നു. ബുഖാറയിലെയും സമർഖന്ദിലെയും വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ലോകപ്രസിദ്ധമായ രണ്ടു കേന്ദ്രങ്ങളാണവ. ഇവ രണ്ടും റഷ്യയിലാണ്. റഷ്യയിൽ ഇതുപോലുള്ള ഇസ്ലാമിക കേന്ദ്രങ്ങൾ പലതുണ്ട്. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങൾ. എല്ലാ രംഗത്തും മുസ്ലിങ്ങൾ മുൻപന്തിയിലാണ്.
റഷ്യയിലെ മക്ബറകൾ പലതും സന്ദർശിച്ചു, ഔലിയാക്കന്മാരെ കണ്ടു, ആത്മീയ വിജ്ഞാനം കരസ്ഥമാക്കി. എത്രയെത്ര മഹാന്മാർ റഷ്യയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുമായുള്ള ആത്മബന്ധം ശക്തിപ്പെടുകയാണ്. ഇറാഖിലേക്ക് പോവാനുള്ള ആഗ്രഹം മനസ്സിനെ വല്ലാതെ അധീനപ്പെടുത്തുന്നു. ഹിജ്റ 550 മൊയ്നുദ്ദീന് വയസ്സ് 20 റഷ്യയോട് യാത്ര പറഞ്ഞു. ഇറാഖ് യാത്ര ആരംഭിച്ച വഴിയിൽ എത്രയെത്ര ഔലിയാക്കന്മാരെ കാണാനുണ്ട്. ജീവിച്ചിരിക്കുന്നവർ മക്ബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ. ചില മക്കാമുകൾ ജനനിബിഡമാണ്, ചിലതിൽ ആൾത്തിരക്കില്ല. ജനത്തിരക്ക് കുറഞ്ഞ മക്കാമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ ആത്മീയ പദവികൾ എത്ര ഉന്നതമാണെന്നൊന്നും പൊതുജനങ്ങൾക്കറിയില്ല. 20കാരനായ മൊയ്നുദ്ദീൻ അത് നന്നായറിയുമായിരുന്നു. ഹിജ്റ 551 മൊയ്നുദ്ദീൻ ഹസൻ സൽജരി ബാഗ്ദാദിലെത്തി. ഔലിയാക്കന്മാരുടെ സുൽത്താനെ കാണാനെത്തിയിരിക്കുകയാണ്. സുൽത്താനുൽ ഔലിയ ഷേഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഖാൻഖാഹിലേക്ക് ഔലിയാക്കന്മാരും ആരിഫീങ്ങളും മുഹിബ്ബീങ്ങളും പ്രവഹിക്കുന്നു. മൊയ്നുദ്ദീൻ ആ പ്രവാഹത്തിൽ അലിഞ്ഞു. ആ ചരിത്രനിമിഷം പിറന്നുവീണു. 2 ആത്മീയ ശക്തികൾ നേർക്കുനേരെ കണ്ടുമുട്ടി സലാം ചൊല്ലി. മഹബ്ബത്തിന്റെ കടലുകൾ ഒന്നായി ചേർന്നു, അലയടിയുയർന്നു. ഈ ചെറുപ്പക്കാരൻ അനേകം ലക്ഷമാളുകൾക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം കാണിക്കും, ഔലിയാക്കളിൽ അത്യുന്നത പദവി നേടും. മുഹീദ്ദീൻ ഷെയ്ഖ് പ്രവചനം പിൽക്കാലത്ത് പുലർന്നു. കുറേ നാളുകൾക്ക് ശേഷം ഇറാഖ് വിട്ടു അറേബ്യ വഴി ഹാറൂൻ പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. ഷെയ്ഖുമാർ മുരീദുമാരെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പരീക്ഷണത്തിന്റെ കടുപ്പമനുസരിച്ച് മേന്മ കൂടും. എന്തിനും തയ്യാറായിട്ടുള്ള പുറപ്പാട്. ഒടുവിൽ മൊയ്നുദ്ദീൻ ആ പട്ടണത്തിലെത്തി. ഉത്കണ്ഠ നിറഞ്ഞ മനസ്സുമായി ഖാൻഖാഹിലെത്തി. നിരവധി ഖാദിമീങ്ങൾ പലവിധ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തനിക്കും അതിനവസരം കിട്ടിയെങ്കിൽ ഷെയ്ഖിനെ ദൂരെ നിന്നുകണ്ടു. എന്തൊരു ഗാംഭീര്യം! ഒരു ദിവസം ധൈര്യം സംഭരിച്ചു ഷെയ്ഖിന്റെ മുമ്പിലെത്തി. സലാം ചൊല്ലി. ഷെയ്ഖ് സലാം മടക്കി. ശാന്തമായ മുഖം. കാര്യം അവതരിപ്പിക്കാൻ പറ്റിയ സമയം. ഈ എളിയവനെ ഇവിടത്തെ അടിമയായി സ്വീകരിച്ചാലും. മറുപടി വന്നതിങ്ങനെയായിരുന്നു: മകനേ, എന്റെ ഭാരം താങ്ങാൻ തന്നെ എന്നെക്കൊണ്ടാവുന്നില്ല. പിന്നെങ്ങനെ ഞാൻ നിന്റെ ഭാരം കൂടി വഹിക്കും? ഇവിടെ 100 കണക്കിന് ഖാദിമീങ്ങളുണ്ടല്ലോ. എന്നെക്കൂടി അവരോടൊപ്പം ചേർത്താലും അവർക്കെന്നറിയാം. ഞാൻ തന്നെ ലക്ഷ്യമന്വേഷിച്ച് നടന്നു. വിഷമിക്കുകയാണെന്ന കാര്യം അവർക്കറിയില്ല. അവരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ഞാൻ പ്രാപ്തനാണെന്നാണ് അവർ ധരിച്ചുവച്ചിരിക്കുന്നത്. ഞാനും അങ്ങയെപ്പറ്റി അങ്ങനെ തന്നെയാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങയെപ്പറ്റി നല്ലതല്ലാത്ത ഒരു ചിന്തയും എന്റെ മനസ്സിലില്ല. എന്നെ ഇവിടത്തെ അടിമയായി സ്വീകരിച്ചാലും. മൊയ്നുദ്ദീൻ കേണപേക്ഷിച്ചു. ഷെയ്ഖ് മനസ്സെറിഞ്ഞു. ഖാദിമായി സ്വീകരിച്ചു. വളരെ സന്തോഷമായി. സേവനത്തിനുള്ള ഒരു സന്ദർഭവും പാഴാക്കരുത്. രാത്രി ഉണർന്നിരിക്കണം. ഷെയ്ഖ് എപ്പോഴെങ്കിലും ഉണർന്നാൽ വെള്ളത്തിന്റെ ആവശ്യം വരും. വെള്ളപ്പാത്രവുമായി ഓടിച്ചെല്ലും. പാദരക്ഷകൾ എടുത്തുകൊടുക്കും. ചൂടുവെള്ളം ചോദിച്ചാൽ ഉണ്ടാക്കിക്കൊടുക്കും. ഖിദ്മത്തിനുവേണ്ടി ആവേശത്തോടെ കാത്തിരുന്നു. ഷെയ്ഖിന്റെ ഓരോ ചലനവും മൊയ്നുദ്ദീൻ ശ്രദ്ധിച്ചു മനസ്സിലാക്കി. ഷെയ്ഖിന്റെ ജീവിതമാകുന്ന മഹൽഗ്രന്ഥം സൂക്ഷ്മതയോടെ പഠിക്കുകയായിരുന്നു. ജീവിതത്തിലെ അഭിരുചികളും താൽപ്പര്യങ്ങളും ഉപേക്ഷിച്ചു. നല്ല ഭക്ഷണമില്ല, ഉറക്കമില്ല, സദാനേരവും ആരാധനകളിൽ തന്നെ. മൊയ്നുദ്ദീൻ എപ്പോഴും വുളൂ കാണും. മലമൂത്ര വിസർജന സമയത്ത് മാത്രമാണ് വുളൂ നഷ്ടപ്പെടുക. അത് കഴിഞ്ഞ ഉടനെ വുളൂ എടുക്കും. കടുത്ത ത്യാഗങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാലം. ഈ നില 20 വർഷക്കാലം തുടർന്നു. ഷേഖ് ഉസ്മാൻ ഹാറൂനി അഗാധ പണ്ഡിതനാണ്. പക്ഷേ പാണ്ഡിത്യം ഈ ഘട്ടത്തിൽ പുറത്തു കാണിക്കുന്നില്ല. അതുകാരണം ആളുകൾ സംശയത്തിലായി. കറാമത്തുകൾ കാണിക്കാൻ ശക്തിയുണ്ട്, പക്ഷേ ഈ ഘട്ടത്തിൽ കറാമത്തുകൾ കാണിക്കുന്നില്ല. മുരീദുമാർ പോലും സംശയലുക്കളായി മാറി. ഇൽമ് കാണുന്നില്ല, കറാമത്തുമില്ല. ഇദ്ദേഹം മുറബിയായ ഷെയ്ഖ് തന്നെയോ? ജനമനസ്സുകളിൽ ചോദ്യമുയർന്നു. ആളുകൾ അകലാൻ തുടങ്ങി. മുരീദുമാർ പിൻവാങ്ങി. ഖാദിമീങ്ങളുടെ എണ്ണം ചുരുങ്ങി. മൊയ്നുദ്ദീൻ ക്ഷമിച്ചിരുന്നു. എല്ലാവരും പോയത് കണ്ടില്ലേ? നിനക്കും പോയിക്കൂടെ? എന്റെ കൈവശം വല്ലതുമുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ എന്നെ വിട്ടുപോകുമായിരുന്നോ? ഷെയ്ഖ് ചോദിച്ച് സഹിക്കാൻ കഴിയാത്ത ചോദ്യം. മൊയ്നുദ്ദീൻ കരഞ്ഞുപോയി. അതീവ സങ്കടത്തോടെ മറുപടി പറഞ്ഞു: ഞാനങ്ങയെ വിട്ടുപോവില്ല. ഞാനങ്ങയുടെ അടിമയാണ്. ഞാനങ്ങയെ ഷെയ്ഖായി സ്വീകരിച്ചു. ഞാനിവിടം വിട്ടുപോവില്ല. ആ വാക്കുകൾ ഷെയ്ഖിന്റെ മനസ്സിൽ പതിഞ്ഞു. മുരീദിന്റെ മുഖത്തേക്ക് കരുണയോടെ നോക്കി. മുരീദ് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. ഖാജാ ഉസ്മാൻ ഹാറൂനി ചിസ്തി അവർകളെ ഷെയ്ഖായി കിട്ടിയത് തന്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി മൊയ്നുദ്ദീൻ കരുതി. 2 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞു. ഒട്ടനേകം കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ചു. എത്രയെത്ര മജ്ലിസുകൾ, ഉപദേശങ്ങൾ! ഇനിയും ഒരുപാട് കേന്ദ്രങ്ങളിൽ പോവാനുണ്ട്. പല മഹാന്മാരെയും കാണാനുണ്ട്. ഷെയ്ഖ് യാത്രയ്ക്കുള്ള അനുമതി നൽകി. മൊയ്നുദ്ദീൻ ചിസ്തി ദീർഘയാത്ര പുറപ്പെട്ടു. അക്കാലത്ത് ജീവിച്ചിരുന്ന ലോകപ്രസിദ്ധരായ ദർവേശുമാരെ തേടിയാണ് പുറപ്പെട്ടത്. അവരുടെ ദർജകൾ എത്ര ഉന്നതമാണെന്ന് ഷെയ്ഖ് ലക്ഷ്യത്തിൽ നിന്ന് തന്നെ കേട്ടു മനസ്സിലാക്കിയിരുന്നു.
സിറിയയിലെത്തി സുൽത്താൻ നൂറുദ്ദീൻ മഹ്മൂദാണ് സിറിയയുടെ ഭരണാധികാരി. ധാരാളം വൈജ്ഞാനിക സാംസ്കാരിക കേന്ദ്രങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. ലോകപ്രസിദ്ധനായ ഷെയ്ഖ് ഔഹദ് മുഹമ്മദ് അൽ വാഹിദി ഗസ്നവി അവർകൾ ഒരു ഗുഹയിലാണ് താമസം. മൊയ്നുദ്ദീൻ വിജനമായ ഗുഹയിലെത്തി മഹാനെ കണ്ടു. മറക്കാനാവാത്ത രംഗം. ആ ഗുഹയിൽ 2 സിംഹങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത ഉപദേശം ലഭിച്ചു. പിൽക്കാലത്ത് ഇന്ത്യയിലെ മജ്ലിസുകളിൽ സംസാരിക്കുമ്പോൾ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് വികാരാവേശത്തോടെ മൊയ്നുദ്ദീൻ തങ്ങൾ അനുസ്മരിക്കാറുണ്ടായിരുന്നു. ഷെയ്ഖ് ഔഹദ് മുഹമ്മദ് അൽവാഹിദി ഗസ്നവി അവർകൾ വന്യജീവികളെ സാക്ഷി നിർത്തിക്കൊണ്ട് വളരെ ഗൗരവത്തിൽ സംസാരിച്ചത് നിസ്കാരത്തെക്കുറിച്ചായിരുന്നു. നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം പറഞ്ഞാൽ തീരില്ല. ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുമായി ആ മഹാനോട് യാത്ര പറഞ്ഞുപോന്നു. മഹാൻ മൊയ്നുദ്ദീനെ നന്നായി അനുഗ്രഹിച്ചു. പിന്നീടുള്ള യാത്ര ഇറാനിലേക്കായിരുന്നു. ലോകപ്രസിദ്ധനായ സൂഫിവര്യൻ ഷെയ്ഖ് യൂസുഫ് ഹമദാനി അവർകളുടെ നാട് നിരവധി മഹാന്മാരെ കണ്ടുമുട്ടി അനുഗ്രഹം നേടി. ഇറാനിലെ മറ്റൊരു പട്ടണമായ തിബ്രീസിലേക്കാണ് അദ്ദേഹം പിന്നീട് പോയത്. പ്രസിദ്ധനായ ഹസ്രത്ത് ഖാജ അബൂ സഈദ് തിബ്രീസ് അവർകളെ ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. പ്രസിദ്ധനായ ഹസ്രത്ത് ജലാലുദ്ദീൻ തിബ്രീസ് അവർകൾ ഇദ്ദേഹത്തിന്റെ ശിഷ്യനാകുന്നു. ഇന്ത്യൻ സൂഫി വിഹായസിലെ ഉജ്ജ്വല താരമായ ഹസ്രത്ത് നിലാമുദ്ദീൻ ഔലിയ ഇദ്ദേഹത്തെപ്പറ്റി രേഖപ്പെടുത്തിയത് എന്താണെന്നോ? ഖാജ അബൂ സഈദ് തിബ്രീസ് തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഹസ്രത്ത് ജലാലുദ്ദീൻ തിബ്രീസിയെപ്പോലുള്ള 70 മഹാന്മാർ അദ്ദേഹത്തിന്റെ മുരീദുമാർക്കിടയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള മഹാനിൽ നിന്ന് ആത്മീയ പ്രകാശവും അനുഗ്രഹവും നേടാൻ ചെറുപ്പക്കാരനായ മൊയ്നുദ്ദീന് കഴിഞ്ഞു. പിന്നീട് മൊയ്നുദ്ദീൻ ഉസ്ത്രാബാദിലേക്കാണ് പോയത്. വളരെ പ്രശസ്തനായ ഷെയ്ഖ് നാസിറുദ്ദീൻ ഉസ്ത്രാബാദി അവർകളെ ഇവിടെ വെച്ചു കണ്ടുമുട്ടി. ഈ മഹാന്റെ വലിയ മഹത്വമായി സൂഫിയാക്കൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ആരിഫീങ്ങളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഹസ്രത്ത് ഷെയ്ഖ് ബായസീദിൽ ബിസ്ത്വാമി അവർകളുമായുള്ള വളരെ സുദൃഢമായ ബന്ധം. ഷെയ്ഖ് അബൂ യസീദിൽ ബിസ്ത്വാമി തങ്ങളിൽ നിന്ന് ഈ ആത്മീയ വെളിച്ചം മൊയ്നുദ്ദീൻ തങ്ങൾക്കിപ്പോൾ ലഭിച്ചു ഷെയ്ഖ് നാസിറുദ്ദീൻ ഉസ്ത്രാബാദിലൂടെ. വീണ്ടും ബുഖാറയിലെത്തി അവിടെ വെച്ച് അന്ധനായ ദർവേശിനെ കണ്ടു. നിങ്ങളുടെ കാഴ്ച എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? ഖാജ ചോദിച്ചു. ഒരു മഹാസംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കേട്ടത്. ആത്മീയതയുടെ പദവിയിലെത്തിയ മഹാൻ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത മാത്രം കാണുന്ന ഏത് സാധനത്തിലും അള്ളാഹുവിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. എവിടെയും അള്ളാഹു. കാഴ്ച, കേൾവി, ചിന്ത എല്ലാം അള്ളാഹു മാത്രം. അപ്പോൾ അത് സംഭവിച്ചു. ഏതോ കാഴ്ചകളിൽ കണ്ണുകളുടക്കി ചിന്ത അതിലേക്ക് വഴുതി വീണു. നിമിഷങ്ങളുടെ ചലനം. ആ അവസ്ഥയിലെത്തിയ വലിയ സംഭവിച്ചുകൂടാത്ത കാര്യം. പെട്ടെന്ന് മനസ്സ് നിയന്ത്രിച്ചു. ഏകാഗ്രത വന്നു. അതിനു മുമ്പേ ആ വിളിയാളം വന്നു. ഞാനല്ലാത്തതിലേക്ക് കണ്ണുകൾ തെറ്റുകയാണോ? ഉടനെ മനസ്സ് തുറന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, നീയല്ലാത്തതിലേക്ക് തിരിയുന്ന കാഴ്ച നീ തന്നെ എടുത്തുമാറ്റുക. പറഞ്ഞു തീരും മുമ്പേ 2 കണ്ണുകളുടെയും കാഴ്ച പോയി. അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ച മഹാപുരുഷൻ അദ്ദേഹം മൊയ്നുദ്ദീനെ സ്വീകരിച്ചു. നല്ല ഉപദേശങ്ങൾ നൽകി അനുഗ്രഹിച്ചു. മനസ്സ് നിറയെ സംതൃപ്തിയുമായി മൊയ്നുദ്ദീൻ മഹാനോട് യാത്ര പറഞ്ഞു. പിൽക്കാലത്ത് ഇന്ത്യയിലെ മജ്ലിസുകളിൽ ഈ സംഭവം അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ഷെയ്ഖ് അബ്ദുൽ ഹസൻ ഹർക്കാനി എന്നവരുടെ ദർഗയിലെത്തണം. അത് ഹർക്കാനിലാണ്. ദീർഘമായി യാത്ര ചെയ്ത് ഹർക്കാനിലെത്തി. മഹാനുമായി ആത്മീയ ബന്ധം പുലർത്തി. മൊയ്നുദ്ദീൻ സമർഖന്ദിലെത്തി പലതവണ കണ്ട പ്രദേശമാണ്. നിരവധി മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. ഷെയ്ഖ് അബുല്ലൈസ് സമർഖന്ദി എന്നവരുടെ സന്നിധിയിലെത്തി. അദ്ദേഹവും അനുയായികളും വളരെ അസ്വസ്ഥരായി കാണപ്പെട്ടു. ഒരു വിവാദം കത്തിപ്പടരുകയായിരുന്നു. ഈ ചരിത്രത്തിലെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.